ഹലോ കൂട്ടുകാരെ, നമുക്ക് 2-3 വീഡിയോ ക്ലിപ്പുകൾ കണ്ടുപോകാം. ഒന്ന് അനുമോൾക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അനീഷിൻ്റെ വിഷയം വരുന്നുണ്ട്. അനീഷിൻ്റെ നാട്ടിൽ അനീഷിന് കിട്ടിയ സ്വീകരണവും ഒക്കെ നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ശൈത്യക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. ഞാൻ കണ്ടില്ല താനൊന്നും. ഇപ്പൊ എനിക്ക് അനീഷനെ പോലെ ആവാൻ പറ്റില്ല, അനീഷന് എന്നെ പോലെ ആവാൻ പറ്റില്ല, റോബിനെ പോലെ ആവാൻ അനീഷനും പറ്റില്ല. കറക്റ്റായ കാര്യം അനുമോള് പറയുന്നത്. റോബിനെ അനീഷ് അനുകരിക്കുന്നുണ്ടെന്ന് ആൾക്കാർ പറയുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പം അനുമോള് പറയുന്നുണ്ട് എനിക്കറിയില്ല. എന്തായാലും അനീഷിന് റോബിനെ പോലെ ആവാൻ പറ്റില്ല, എനിക്ക് അനീഷ് ഏട്ടനെ പോലെ ആകാനും പറ്റത്തില്ല. അപ്പം നല്ലൊരു കാര്യമാണ് അനുമോള് പറയുന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, വളരെ നല്ല കാര്യമാണ്. ഇനി അടുത്ത അനുമോക്ക് പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അനുമോൾ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് കഴിച്ചതിന് ശേഷമാണ് അനുമോളെ കുറ്റം പറയുന്നത് പറയുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഈ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് പിന്നെയും അമ്മമാര് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മക്കൾ കുറ്റം പറയില്ലേ, അങ്ങനെ കൂട്ടിയാൽ മതി. പിന്നെ എന്തിനാ കുക്കിംഗ് അറിയില്ല എന്നൊക്കെ പറഞ്ഞു? അതെന്താന്നറിയുമോ, കുക്കിംഗ് അറിയില്ല എനിക്ക് ശരിക്കും. ആ എന്താ MG സാറിന്റെ ഇന്റർവ്യൂല് ഞാൻ തള്ളിയതാ ശരിക്കും. മോശമല്ലേ നമുക്ക് കുക്കിംഗ് അറിയില്ലെന്ന് പറഞ്ഞു തള്ളിയതാ. ചേട്ടൻ നല്ലത് പൊറോട്ട അടിക്കും, പുള്ളിക്കാരന്റെ കൂടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക്. അന്ന് എത്ര പ്രായം എനിക്ക്, അന്ന് വളരെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂ. ബുദ്ധി ഉറക്കത്തിനല്ല, അന്ന് പ്രായം കുറവാ. അപ്പൊ നമുക്ക് മെച്ചൂർഡ് അല്ലല്ലോ ആ സമയത്ത്. ആ ടൈമിൽ തള്ളിയതാ, ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ പ്രായത്തിന്റെ ഇതിൽ പറഞ്ഞു ഇതാ. അപ്പോൾ 25 പേർക്ക് അവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അനുമോള് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അനുമോള് കഴിച്ച ഫുഡിൻ്റെ എനർജിയിലാണ് അവർ അത്രയും പേര് അനുമോളെ അവിടെ തെറി വിളിച്ചുകൊണ്ടിരുന്നത്. അതേക്കുറിച്ച് അനുമോള് പറയുന്നത്, വീട്ടിലിപ്പോൾ നമ്മുടെ പേരൻസ് ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ അവരെ വല്ലതും പറയാറുണ്ട്, അത് ആ ഒരു രീതിക്ക് അങ്ങ് എടുത്താൽ മതി, അല്ലാതെ അനുമോൾ ആരെയും കുറ്റം പറയുന്നില്ല. അതുപോലെ തന്നെ അനുമോളോട് ചോദിക്കുന്നുണ്ട് കള്ളം പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അത് ഒത്തിരി കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്, ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നത് നാണക്കേടാണല്ലോ. അപ്പോൾ അത്രയും ചിന്തിക്കാനുള്ള കഴിവേ അന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞതാണ് എന്നാണ്. പക്ഷേ ശരിക്കും എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല, എവിടെയെങ്കിലുമൊക്കെ നോക്കിയേ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ബാക്കി നമുക്ക് കേട്ടിട്ട് വരാം. കാർത്തിക് സൂര്യ അവന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അനുമോൾക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് അനുമോളോട് ചോദിക്കുന്നവരോട് അനുമോൾ ഉത്തരം പറയുന്നത്. അനുമോൾ പറയുന്നുണ്ട് കാർത്തിക് സൂര്യയുമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് യൂട്യൂബിലൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കും, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ ഏഷ്യാനെറ്റിൽ പറഞ്ഞത് സത്യമായ കാര്യങ്ങളാണ്. പണ്ട് അറിവില്ലായ്മ കൊണ്ട് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു നാണക്കേടുണ്ടാകുമല്ലോ എന്ന് കരുതിയാണ് അന്ന് അങ്ങനെ പറഞ്ഞതെന്നൊക്കെയാണ് ഇപ്പോൾ അനുമോൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അനുമോൾക്ക് പറയാനുള്ളത്. അനുമോൾ എന്തായാലും ആരെയും കുറ്റം പറയുന്നില്ല, എല്ലാം ഗെയിമിൻ്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. നല്ല കാര്യം, അധികം വിവാദങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. എന്തായാലും കിട്ടാനുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടി, ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് തല വെച്ച് കൊടുക്കാതെ അവനവൻ്റെ തടി നോക്കി പോവുക, അതാണ് നല്ലത്. നെഗറ്റീവൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടാണ് സോഷ്യൽ മീഡിയയിൽ. ഇനിയിപ്പം നമുക്ക് അനീഷ് പഠിച്ച സ്കൂളിൽ കിട്ടിയ സ്വീകരണം നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇത് അനീഷ് പഠിച്ച സ്കൂളിൽ അനീഷിന് കിട്ടിയ സ്വീകരണമാണ്. അതിൻ്റെ കൂടെ അനീഷിന് നല്ലൊരു സമ്മാനവും ആ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടോ, എന്ത് സന്തോഷത്തിലാണല്ലേ ആ കുട്ടികളെല്ലാവരും അനീഷിനെ വരവേറ്റത്. അനീഷ് പഠിച്ച സ്കൂളിൽ നിന്ന് ഇതുപോലൊരു ആദരവൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോമണറായിട്ട് വന്ന് ഒരു വ്യക്തി ബിഗ് ബോസിൽ പോയി ഫസ്റ്റ് റണ്ണറപ്പായി തിരിച്ചു വരിക എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം. ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അനീഷിന് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്കേ വിന്നറാകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അനുമോള് വിന്നറായി. അനുമോളും അനുമോളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ബിഗ് ബോസിൻ്റെ ഹൗസിനുള്ളിൽ കൊടുക്കാവുന്ന അത്ര കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. PR മാത്രം കൊടുത്തിട്ട് അവിടെ പോയി വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ജയിക്കത്തൊന്നുമില്ല. കണ്ടൻറ്റും കൂടെ വേണം. അപ്പോൾ അനുമോളും കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഒരു സ്വഭാവം വെച്ചും പെരുമാറ്റം വെച്ചും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നല്ല രീതിയിൽ 100 ദിവസം നിന്ന് പോയൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അനീഷിനെ എനിക്ക് ഒത്തിരി ഇഷ്ടം തന്നെയാണ്. ഇപ്പം അനീഷിന് അവിടെ 1ാം സ്ഥാനം കിട്ടിയില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇപ്പം
നല്ലൊരു സെലിബ്രിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കൊടുത്ത വോട്ട് വെറുതെ ആയിട്ടില്ല. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് അനീഷ്. ഇനി നമുക്ക് അനീഷിൻ്റെ നല്ലൊരു പ്രസംഗം കേട്ടിട്ട് വരാം. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കിട്ടില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ കഠിനമായിട്ട് പ്രയത്നിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അത് സ്വപ്നം കാണുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ദിവസം അത് എന്താ അല്ലേ, നല്ല അടിപൊളി പ്രസംഗം. പിള്ളേർക്ക് കൊടുത്ത മെസ്സേജ് എന്ത് നല്ലത്. എന്തായാലും മൈജി നമുക്ക് ഈ പ്രാവശ്യം കോമണറായിട്ട് തന്ന അനീഷ് വളരെ നല്ലൊരു വ്യക്തി തന്നെയായിരുന്നു അല്ലേ. സമൂഹത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നല്ല അറിവുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് മൈജി സമ്മാനിച്ചത്. ബാക്കി നമുക്ക് അനീഷിന് പറയാനുള്ള എന്താണെന്നോടെ കേട്ടിട്ട് വരാം. നിങ്ങൾ ഇവിടെ വരുന്ന നിങ്ങൾ ഒന്നാമത് പഠിക്കണം, അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. പഠനം എന്ന് പറയുന്നത് പ്രൈമറി. അത് കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ പരീക്ഷിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രസംഗത്തിനുള്ളതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഓട്ടത്തിനായിരിക്കും. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതിൽ നിന്നൊന്നും പിൻവാങ്ങി നിൽക്കരുത്. ഇപ്പം ഞാൻ 7ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഞാൻ സകലമാന കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. എന്താ അല്ലേ, നല്ല അറിവുള്ള ഒരു വ്യക്തി അല്ലേ. പുള്ളി എന്താ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടി നമ്മൾ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. അതുപോലെ കുട്ടികളോട് പറയുന്നുണ്ട്, നിങ്ങളിപ്പം പഠിക്കേണ്ട സമയമാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ പഠിത്തത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു 13-14 വയസ്സ് അതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു ചാടേണ്ടത്. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാകാനുള്ള സമയമായിട്ടില്ല. എന്ത് നല്ല അടിപൊളി ക്ലാസ് ആണല്ലേ അനീഷ് കൊടുക്കുന്നത്. നല്ല അറിവുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് ശൈത്യക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3ാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനുസാറ് PN പണിയാണ് തന്നത്. പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അയ്യോ, ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 വിനുസാർ PR പണിയെ എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാരിനോട്. അപ്പൊ ശൈത്യ എന്താണ് പറഞ്ഞത് കേട്ടില്ലേ. ശൈത്യയുടെ അച്ഛനോട് 1.5 ലക്ഷം രൂപ PR വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബിനു. അപ്പം ശൈത്യയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ആ ബിഗ് ബോസ് ഹൗസിൽ പോയി വെറുതെ കയ്യും കെട്ടി ഇരുന്ന് കഴിഞ്ഞാലൊന്നും ട്രോഫി കിട്ടൂല. നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കണം, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണം. അപ്പം അന്നല്ലേ കിട്ടുകയുള്ളൂ. അനുവിനെ സംബന്ധിച്ചിടത്തോളം അനു ശരിക്കും അതിനുള്ളിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവസാന ആഴ്ച പുറത്ത് പോയവരെല്ലാം കൂടെ അകത്ത് കയറി വന്ന് ആ കൊച്ചിനെ കാണിച്ച അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് വോട്ട് ഒത്തിരി കൂടി പോയത്. അതിന് നിങ്ങൾ തന്നെയാണ് കാരണക്കാരും. അതുകൊണ്ട് ചുമ്മാതിരുന്ന് കഴിഞ്ഞാലൊന്നും PR കൊടുത്തിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാലൊന്നും വോട്ട് കയറുകയില്ല. അത് ജനങ്ങളും കൂടെ വിചാരിച്ചാൽ മാത്രമേ ജയിക്കത്തുള്ളൂ. അതൊക്കെ വെറും ശൈത്യയുടെ തെറ്റായ ധാരണകളാണ്. ബാക്കി ശൈത്യക്ക് പറയാനുള്ള എന്താ നമുക്ക് കേട്ടിട്ട് വരാം. അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്. അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത്. അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. പിന്നെ അഖിൽ മാരാര് കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യക്ക് അറിയത്തില്ല. മാരാരിരിക്കുന്ന തട്ട് താഴെ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാരിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. മാരാർക്കിട്ടും കൊടുത്തിട്ടുണ്ട് ഒരു കൊട്ട് ശൈത്യ നല്ലതുപോലെ തന്നെ. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് ആയിക്കോട്ടെ അനുമോൾ ആയിക്കോട്ടെ അവർ കറക്റ്റായിട്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ആരെയും ഇപ്പം അനുമോളെ ഇത്രയും ദ്രോഹിച്ചെങ്കിലും ആരെക്കുറിച്ചും കുറ്റങ്ങളൊന്നും പറയാൻ അനുമോൾ പോകുന്നില്ല. അനുമോൾക്ക് ഒത്തിരി നല്ല നല്ല ഓഫറുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് അനുമോളുടേതായ തിരക്കിൽ പോകുന്നു. അനീഷിൻ്റെതായ തിരക്കുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അനീഷ് പതിയെ ഓരോ സെലിബ്രിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ ഇടയിൽ.
ഇനി നമുക്ക് അടുത്ത എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ടിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.